ഡിന്നർ ഉണ്ടാക്കാൻ നോക്കുമ്പോൾ ലാസ്റ്റ് മൊമെന്റിൽ ഇവിടെ തന്നെ പനീർ തരുന്നു. ബട്ട് ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് മീ. അതിനുള്ളതൊക്കെ ഞാൻ തലേ ദിവസം തന്നെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തലേ ദിവസം ഞാൻ ഇവിടെ 2 ലിറ്റർ പാലില്ലേ തിളപ്പിച്ചു. എന്നിട്ട് റൂം ടെമ്പറേച്ചറിൽ തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നല്ലോണം തണുപ്പിച്ചു. 24 മണിക്കൂറൊക്കെ ഏകദേശം കേട്ടോ. അപ്പോൾ ഇവിടെ പാടയൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. വൃത്തിയായിട്ടുള്ള കൈകളിൽ നിന്ന് ആ പാട ഫുൾ ഞാൻ സെപ്പറേറ്റ് ആക്കി ടിന്നിലാക്കിയിട്ടുണ്ട്. കാരണം ആ ടിന്നിന് ഞാൻ എടുത്ത് ഫ്രീസറിൽ വെക്കും. ബിക്കോസ് പിന്നീട് ഞാൻ അത് വെച്ചിട്ട് നെയ്യ് ഉണ്ടാക്കും. ഗീ പാല് തിളയ്ക്കുമ്പോഴത്തേക്കും നമ്മൾ ഇത് വെച്ചിട്ട് ഉണ്ടാക്കുന്ന പനീരിൽ അത് വെച്ചിട്ട് തന്നെ ബുർജി ഉണ്ടാക്കാനായിട്ടുള്ള ഇവിടെയൊക്കെ സെറ്റപ്പ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇവിടെ 4 ടേബിൾ സ്പൂൺ വൈറ്റ് വിനേഗറിന്റെ കൂടെ 4 ടേബിൾ സ്പൂൺ തന്നെ വെള്ളം മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ പാലിങ്ങനെ തിളച്ച് വരുമ്പോഴത്തേക്ക് ലോ ഫ്ലെയിം ഉടനെ ആക്കിയതിന് ശേഷം നമ്മൾ മിക്സ് ആക്കി വെച്ചിട്ടില്ല വിനേഗർ ആൻഡ് വെള്ളം അത് ഓരോരോ സ്പൂണായിട്ട് ഒഴിച്ചൊഴിച്ച് കൊടുക്കും. അപ്പോഴത്തേക്ക് ഈ വേ വാട്ടർ കണ്ട് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഗ്രീനിഷ് കളറിന്റെ വാട്ടർ ആയിരിക്കും. അപ്പോൾ പനീർ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനെ ഫുൾ ഇങ്ങനെ അതേ സ്ട്രെയിൻ ചെയ്തെടുക്കും. 2 പ്രാവശ്യം വെള്ളം ഒഴിക്കേണ്ട വിനേഗറിന്റെ ടേസ്റ്റ് പോകാനായിട്ട്, പിന്നെ പനീർ ഓവർ കുക്ക് ആകാണ്ടിരിക്കാനായിട്ടും. എന്നിട്ട് ഇങ്ങനെ വെയിറ്റ് ഒക്കെ എടുത്ത് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് അവിടെ സൈഡ് ആക്കുമ്പോഴത്തേക്ക് നമ്മുടെ പനീർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 2 ലിറ്റർ നോർമലായിട്ട് ലോ ഫാറ്റ് മിൽക്കിൽ വെച്ച് കഴിഞ്ഞാണ് ഞാൻ ഉണ്ടാക്കാൻ കാണിച്ചെന്നില്ല. അത്രയും പനീർ നമുക്ക് ഇതിനകത്ത് കിട്ടൂല. കാരണം നമ്മൾ ഓൾറെഡി ഇതിനകത്ത് അത്യാവശ്യം ഫാറ്റ് ഒക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഉണ്ട് നമ്മുടെ ഹൈ പ്രോട്ടീൻ ലോ കാലറി അടിപൊളി പനീർ. വേഗം പോയി ഉണ്ടാക്കിക്കോ.